ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാധാരണ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ ഞാൻ OTT അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു OTT അപ്ഡേറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും 9 മണിക്കുള്ളിലായിട്ട് ഒരു 8:30-9 മണി ആ ഒരു ടൈമിൽ എന്തായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് OTT അപ്ഡേറ്റുകൾ എത്തുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്. തമിഴ് ത്രില്ലർ മൂവിയാണ്. ദ ഡോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മെയ് മാസം 16-ാം തീയതി ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. മരണമാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സോണിലി വഴിയാണ് റിലീസ് ചെയ്തത്. മെയ് മാസം 15-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ്, എന്താ പറയുക, ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇട്ട ഒരു വീഡിയോ, ഒരു സിനിമയായിരുന്നു. പക്ഷെ ഒരു ദിവസം മുമ്പേ തന്നെ, സാധാരണ സോണിലി അങ്ങനെ തന്നെയാണ്, ഒരു ദിവസം മുമ്പേ തന്നെയാണ് റിലീസ് ചെയ്യാറുള്ളത്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷാജി കല സംവിധാനം ചെയ്ത മലയാള സിനിമയായിരുന്നു. ത്രില്ലർ മൂവിയായിരുന്നു. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് മെയ് മാസം 23-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ. ഒരു സ്പോർട്സ് ഡ്രാമ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. നസ്ലനും ലുക്മാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതുവരെ അവർ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മെയ് മാസം 25-ാം തീയതി ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ആയിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ OTT C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5-ൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ മെയ് മാസം ലാസ്റ്റോട് കൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കമ്മിങ് സൂൺ പോസ്റ്റർ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് പുറത്തു വിടുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റെട്രോ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കാർത്തിക് സുബ്രാജ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ ജൂൺ മാസം ഫസ്റ്റ് വീക്ക് തന്നെ ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ടായിരിക്കും, പാൻ ഇന്ത്യൻ ഭാഷകളിലായിട്ടായിരിക്കും ഈ സിനിമ OTT റിലീസ് ചെയ്യാന്നുള്ളത്. അടുത്ത ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സഹസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ തുടരുന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ മാസം അവസാനത്തോടു കൂടി ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. തിയേറ്റർ റിലീസ് ചെയ്ത് 28 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താ പറയുക, അവർ ഒഫീഷ്യലായ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ റിപ്പോർട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ, അതായത് 28 ദിവസങ്ങൾക്ക് ശേഷം, തിയേറ്റർ റിലീസ് ചെയ്ത് 28 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് എന്നുള്ള ആ ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി, അതായത് മെയ് മാസം 29 അല്ല 30, ഈ രണ്ട് ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം ജിയോ ഹോട്ട്സ്റ്റാർ വഴി തുടരുന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഒരുവിധം ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഓരോ ദിവസവും 5 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ വരുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയാണ് നമ്മുടെ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന സിനിമ. ഈ സിനിമ കുറേ ആയി OTT റിലീസിന് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, എന്ന് റിലീസ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ആമസോൺ പ്രൈമിന്റെ ഭാഗത്തുനിന്ന് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മമ്മൂട്ടിയുടെ സിനിമകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ OTT റിലീസ് വൈകുന്നതെന്നുള്ള അറിയാൻ കഴിയുന്നില്ല. ഇവരുടെ ബിസിനസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി, മുകേഷ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 16-ാം തീയതി ഒരു സിനിമ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ് സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി. അടുത്തത് നമ്മുടെ ശശികുമാറും സിമ്രാനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തമിഴ് റിലീസ് ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ ഒരു വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് ആയിട്ട് വന്ന് ഒരു സൈലന്റ് ഹിറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. റെട്രോയുടെ കൂടെ റിലീസ് ചെയ്തതാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ മെയ് മാസം 31-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. ഈ ലിസ്റ്റിലുള്ള സിനിമകൾ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, OTT റിലീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമകൾ ഏതെങ്കിലും തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ
ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.